ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കന്റെയും ലാലേട്ടന്റെയും സിനിമകൾ ഒരാഴ്ച വ്യത്യാസത്തിൽ ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ജനുവരി 23-ാം തീയതി ഡൊമിനിക്, ജനുവരി 30-ന് തുടരും. ഫാൻസുകാരൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാഷ് റിലീസാവുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ നല്ല സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പം മൗത്ത് പബ്ലിസിറ്റിയാണ് പ്രധാനം. ജനുവരി 23-ന് ഇറങ്ങുന്ന ഡൊമിനിക് എന്ന സിനിമയ്ക്ക് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ തിയേറ്ററിൽ നല്ല രീതിയിൽ ആളെത്തും. ഒരു ഡീഗ്രേഡ് ശക്തിക്കും ആ ഒരു സിനിമയെ തകർക്കാൻ സാധിക്കില്ല. അതുപോലെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകർ ആ ഒരു സിനിമയെ സ്വീകരിക്കും. ഒരു ഡിഗ്രേഡ് ടീമിനും തുടരും എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ സാധിക്കില്ല. ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ ഒരു കോമഡി പാറ്റേണിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഗൗതം വാസുദേവ് മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയോട് കൂടെ ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഒരു സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് എന്നാണ് നമുക്ക് ഇൻസൈഡ് റിപ്പോർട്ടായി കിട്ടിയിരിക്കുന്നത്. അതുപോലെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും ശോഭനയും ഒന്നിച്ച് ഈ ഒരു സിനിമയിൽ എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കൊന്നും ഒരു ലാലേട്ടൻ ശോഭന മൂവിയൊന്നും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് തുടരും എന്ന സിനിമയിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നു. ശരിക്കും നമ്മൾ ലാലേട്ടൻ സിനിമകൾ ഇപ്പോൾ വരുന്ന സമയത്ത് വളരെ വലിയ എക്സ്പെക്റ്റേഷനാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് സിനിമ എത്താതെ വരുമ്പോഴാണ് സിനിമക്ക് നേരെ വരുന്ന റിവ്യൂവും കാര്യങ്ങളെല്ലാം മോശമായി വരുന്നതെന്നാണ് കൂടുതലായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു സിനിമയിലെ കണ്ടന്റ് എന്താണെന്ന് ആ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കോമഡിയും കുറച്ച് കുടുംബ പശ്ചാത്തലത്തിലൊക്കെ കഥ പറയുന്ന ഒരു സിനിമയായിരിക്കും തുടരും. പിന്നെ ചെറിയ ഫൈറ്റോ കാര്യങ്ങളോ ആ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അത് ആരാധകർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അല്ലാതെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകണ്ട. ഫുൾ ലാലേട്ടൻ്റെ ഒരു 6-10 ഫൈറ്റ് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സിമ്പിൾ സിനിമ, ഒരു ചെറിയ സിനിമ അത് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയാൽ മതി. ഇത് ലാലേട്ടൻ്റെ തുടരിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ ഡൊമിനിക് എന്ന സിനിമയിലും നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു ചെറിയ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ലൊക്കേഷനിൽ നടക്കുന്ന സിനിമ അതാണ് ഡൊമിനിക്. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് ടീസറോ ട്രെയിലറോ ഒക്കെ കണ്ടിട്ട് മനക്കോട്ട കെട്ടണ്ട. ചെറിയ സിനിമ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ ചില പോസ്റ്ററോ അല്ലെങ്കിൽ ട്രെയിലറോ ടീസറോ ഒക്കെ കണ്ടിട്ട് അങ്ങ് കീറി ചിന്തിക്കും. അങ്ങനെ പ്രേക്ഷകർ കയറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകർക്കും അതിന്റെ ഉത്തരവാദിത്തം ഉണ്ട്. കാരണം അങ്ങനെ കയറി ചിന്തിക്കാനുള്ള പ്രൊമോഷൻ കണ്ടന്റ് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ടീസറോ ട്രെയിലറോ പോസ്റ്ററോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ കഥ എന്താണോ പറയണത് അങ്ങനത്തെ സാധനങ്ങൾ പരസ്യത്തിന് ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ ഇത് ഫുൾ ഫൈറ്റ് ആണ്, ആകെ ഒരു ഫൈറ്റ് ഉണ്ടാവും കേട്ടോ, മാസാക്കിയിട്ട് ആ സാധനം ട്രെയിലറിലോ ടീസറിലോ കൊണ്ടാണ്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് വൻ എക്സ്പെക്ടേഷനിലാണ് പടം കാണാൻ തിയേറ്ററിലേക്ക് ആളെത്തുക. ഇങ്ങോട്ട് പടം കണ്ട് ഇറങ്ങി വരുമ്പോൾ പോരാ, ബോംബ്, മാസില്ല, ക്ഷീണമാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കമൻസ് വരിക. ഇത് ലാലേട്ടൻ സിനിമകളുടെ മാത്രം കാര്യമല്ല, മമ്മൂക്ക സിനിമകൾക്കും ഇങ്ങനെ രീതിയിലാണ് പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ മമ്മൂക്ക സിനിമകളും ഇത്തരത്തിൽ തിയേറ്ററിൽ പരാജയപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരാഴ്ച വ്യത്യാസത്തിൽ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾ ക്ലാസ് റിലീസായിട്ട് വരുന്നു. ഡൊമിനിക്കും തുടരും രണ്ട് സിനിമയ്ക്കും ഒരു ഒരു ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഹിറ്റ് ആവാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സിനിമകൾ ഇങ്ങനെ വരുന്ന സമയത്തെ ഫാൻസിന് ആഘോഷിക്കാനുള്ള എല്ലാ സംഭവവും ഉണ്ട്. രണ്ട് സിനിമയും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടട്ടെ. രണ്ട് പടത്തിനും ഒരു 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 അത്യാവശ്യം നിലവാരമുള്ള ഒരു കളക്ഷനിലേക്കും എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ. 2025 ഗംഭീര വർഷം തന്നെ ആയി മാറട്ടെ. ഇപ്പോൾ 2024 ഫെബ്രുവരി മാസമൊക്കെ നല്ല കളക്ഷൻ വന്ന മാസമായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച്. അതുപോലെ 2025 ജനുവരി മാസത്തിലും അത്തരത്തിൽ സംഭവിക്കട്ടെ. ഏകദേശം 6-7 ദിവസത്തോളം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ജനുവരി മാസത്തിലേത്.
പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ വലിയ ഹിറ്റ് സിനിമകൾ സംഭവിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ തിയേറ്ററിൽ എത്താനിരിക്കുന്ന ഡൊമിനിക് തുടരും. ഈ 2 സിനിമകളിൽ നിങ്ങൾ പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.